എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെന്താണ് സ്ക്രീനിൽ കാണുന്നത്? വളരെ ഫേമസ് ആയിട്ടുള്ള മോട്ടിവേഷൻ വാക്കുകളാണല്ലേ. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും നല്ല എനർജിയോടെ തന്നെ ഇരുന്നോളൂ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ. വസ്തുക്കളുടെ മാസ് അളക്കാൻ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോ. നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഒരളവ് എത്രത്തോളം കൃത്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഒരു അളവ് എത്രത്തോളം കൃത്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന പദം. ആൻസർ ഓപ്ഷൻ ബി, അക്യുറസി. ഒരളവ് അതിൻ്റെ യഥാർത്ഥ മൂല്യത്തോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നതിനെ അക്യുറസി എന്ന് പറയുന്നു. ഒരളവ് എത്രത്തോളം കൃത്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന പദം അക്യുറസി. ആരും പേടിക്കേണ്ട, ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു നോട്ട് തരുന്നുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് പഠിച്ചു പോവാം എന്താണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ അളവ് പലതവണ എടുത്തപ്പോൾ ലഭിച്ച മൂല്യങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ പറയുന്ന പേരെന്ത്? ഒരേ അളവ് പലതവണ എടുത്തപ്പോൾ ലഭിച്ച മൂല്യങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ പറയുന്ന പേര്. അതിൻ്റെ ഉത്തരം വരുന്നത് പ്രിസിഷൻ. ഒരേ രീതിയിൽ അളന്നെടുത്ത വിവിധ മൂല്യങ്ങൾ തമ്മിൽ എത്രത്തോളം യോജിച്ചു പോകുന്നു എന്നാണ് പ്രിസിഷൻ വ്യക്തമാക്കുന്നത്. ഇത് യഥാർത്ഥ മൂല്യത്തോട് അടുപ്പമുള്ളതാകണമെന്ന് നിർബന്ധമില്ല. ഒരേ അളവ് പലതവണ എടുത്തപ്പോൾ ലഭിച്ച മൂല്യങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ പറയുന്ന പേരാണ് പ്രിസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 4.0025 എന്ന സംഖ്യയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകൾ ഉണ്ട്? 4.0025 എന്ന സംഖ്യയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകൾ ഉണ്ട്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 5. പൂജ്യമല്ലാത്ത രണ്ട് അക്കങ്ങൾക്കിടയിൽ വരുന്ന എല്ലാ പൂജ്യങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ 4നും 2നും ഇടയിൽ 2 പൂജ്യങ്ങൾ ഉള്ളതിനാൽ ആകെ 5 അക്കങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് നോട്ടിൽ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സിസ്റ്റമാറ്റിക് എററിന് ഉദാഹരണം? താഴത്തെ ഓപ്ഷൻ വായിച്ച് നോക്കുക, അതിൽ നിന്നും സിസ്റ്റമാറ്റിക് എററിന് ഉദാഹരണം ഏതാണെന്ന് എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി, ഉപകരണത്തിൻ്റെ കാലിബ്രേഷനിലെ തകരാറ്. ഒരേ ദിശയിലേക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം സംഭവിക്കുന്നതും കൃത്യമായ കാരണങ്ങളാൽ ഉണ്ടാകുന്നതുമായ പിഴവുകളാണ് സിസ്റ്റമാറ്റിക് എററുകൾ. ഉപകരണത്തിൻ്റെ തകരാറുകൾ ഇതിൽപ്പെടുന്നു. സിസ്റ്റമാറ്റിക് എററിന് ഉദാഹരണം ഉപകരണത്തിൻ്റെ കാലിബ്രേഷനിലെ തകരാറ്. അടുത്ത ചോദ്യം, റാൻഡം എററുകൾ കുറയ്ക്കുന്നതിനായി സാധാരണയായി എന്തു ചെയ്യുന്നു? റാൻഡം എററുകൾ കുറയ്ക്കാൻ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കുക. ഉത്തരം ഓപ്ഷൻ ബി, കൂടുതൽ തവണ അളവുകൾ എടുത്ത് അതിൻ്റെ ശരാശരി കണ്ടെത്തുന്നു. റാൻഡം എററുകൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. കൂടുതൽ തവണ റീഡിങ്ങുകൾ എടുത്ത് ശരാശരി കാണുന്നതിലൂടെ ഇതിൻ്റെ സ്വാധീനം കുറയ്ക്കാം. റാൻഡം എററുകൾ കുറയ്ക്കുന്നതിനായിട്ട് സാധാരണ എന്താ ചെയ്യുന്നത്? കൂടുതൽ തവണ അളവുകൾ എടുത്ത് അതിൻ്റെ ശരാശരി കണ്ടെത്തുന്നു. ഒരു മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? ഒരു മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ആൻസർ ഓപ്ഷൻ ബി, 1 മില്ലിമീറ്റർ. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണ മീറ്റർ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഡിവിഷൻ 1 mm ആണ്. ഇതുപോലെ നമ്മൾ 2 ലീസ്റ്റ് കൗണ്ടുകൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും. അതിൻ്റെ വാല്യൂ കൂടി ഓർത്ത് വെക്കണം. അടുത്ത ചോദ്യം, 0.0052 എന്ന അളവിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം. 0.0052. ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2. പൂജ്യമല്ലാത്ത ആദ്യ അക്കത്തിന് ഇടതുവശത്തുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളായി കണക്കാക്കാറില്ല. അതിനാൽ ഇവിടെ 5, 2 എന്നീ 2 അക്കങ്ങൾ മാത്രമാണ് സിഗ്നിഫിക്കൻറ്റ്. അപ്പം ഇതിന് മുന്നേ വരുന്ന പൂജ്യങ്ങളെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളായിട്ട് കണക്കാക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് റൂളിൽ പറഞ്ഞു തരാം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ 2.345 എന്ന സംഖ്യ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളാക്കി റൗണ്ട് ഓഫ് ചെയ്താൽ ലഭിക്കുന്നത് എന്ത്? 2.345 എന്ന സംഖ്യ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളാക്കി റൗണ്ട് ഓഫ് ചെയ്താൽ ലഭിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ, 2.34. റൗണ്ട് ഓഫ് ചെയ്യേണ്ട അക്കത്തിന് തൊട്ട് പിന്നിൽ 5 വരികയും അതിന് മുൻപിലെ അക്കം ഒരു ഇരട്ടസംഖ്യ ആയിരിക്കുകയും ചെയ്താൽ ആ അക്കത്തിലെ മാറ്റം വരുത്തേണ്ടതില്ല. ഇവിടെ 4 എന്നത് ഇരട്ടസംഖ്യയാണ്. ആൻസർ വരുന്നത് 2.34. അടുത്ത ചോദ്യം, 2 അളവുകൾ തമ്മിൽ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ ലഭിക്കുന്ന ഫലത്തിൻ്റെ അനിശ്ചിതത്വം എങ്ങനെയാണ് കണക്കാക്കുന്നത്? 2 അളവുകൾ തമ്മിൽ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ ലഭിക്കുന്ന ഫലത്തിൻ്റെ അൺസർട്ടനിറ്റി എങ്ങനെയാണ് കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, അവയുടെ അബ്സല്യൂട്ട് എററുകൾ തമ്മിൽ കൂട്ടുന്നു.
സങ്കലനത്തിലോ വ്യവകലനത്തിലോ അന്തിമ ഫലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പരമാവധി പിഴവ് എന്നത് വ്യക്തിഗത അളവുകളുടെ ആബ്സല്യൂട്ട് എററുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ രണ്ട് അളവുകൾ തമ്മിൽ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ ലഭിക്കുന്ന ഫലത്തിൻ്റെ അനിശ്ചിതത്വം എങ്ങനെയാണ് കണക്കാക്കുന്നത്? അവയുടെ ആബ്സല്യൂട്ട് എററുകൾ തമ്മിൽ കൂട്ടുന്നു. നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം. റിലേറ്റീവ് എററിനെ ശതമാനത്തിൽ പ്രകടിപ്പിക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? റിലേറ്റീവ് എറർ ശതമാനത്തിൽ പറയുന്നത്, അതിനെ വിളിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, പെർസെൻറ്റേജ് എറർ. റിലേറ്റീവ് എററിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ലഭിക്കുന്നതാണ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ പെർസെൻറ്റേജ് എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റിലേറ്റീവ് എറർ ഇൻറ്റു 100. റിലേറ്റീവ് എററിനെ ശതമാനത്തിൽ പ്രകടിപ്പിക്കുന്നതാണ് പെർസെൻറ്റേജ് എറർ. ഇനി നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് നോട്ട്സ് നോക്കാം. എന്താണ് അൺസെർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്സ്? ശാസ്ത്രീയമായ എല്ലാ പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും അളവുകൾ എടുക്കുക എന്നത് അനിവാര്യമാണ്. എന്നാൽ എത്ര കൃത്യതയുള്ള ഉപകരണം ഉപയോഗിച്ചാലും പ്രകൃതിദത്തമായതോ മനുഷ്യസഹജമായതോ ഉണ്ടാകുന്ന കാരണങ്ങളാൽ എല്ലാ അളവുകളിലും ചെറിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഉണ്ടാകാറുണ്ട്. ഇതിനെയാണ് അളവുകളിലെ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ അക്യുറസിയും പ്രിസിഷനും. അതെന്താണെന്ന് നോക്കാം. ശാസ്ത്രീയ അളവുകളെ വിലയിരുത്താൻ പ്രധാനമായും 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതാണ് അക്യുറസി, പ്രിസിഷൻ. ഇനി അക്യുറസി എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ അളന്നെടുത്ത ഒരു മൂല്യം അതിൻ്റെ യഥാർത്ഥ മൂല്യത്തോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നതിൻ്റെ അളവാണിത്. അക്യുറസി പറഞ്ഞാൽ നമ്മൾ അളന്നെടുത്ത അളവുണ്ടാവില്ലേ, ആ മൂല്യം അതിൻ്റെ യഥാർത്ഥ മൂല്യത്തോട് എത്രത്തോളം അടുത്തു നിൽക്കുന്നു, അതാണ് അക്യുറസി. ഇനി പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരേ അളവ് തന്നെ പലതവണ അളക്കുമ്പോൾ ലഭിക്കുന്ന മൂല്യങ്ങൾ തമ്മിൽ എത്രത്തോളം അടുത്തു നിൽക്കുന്നു എന്നതിൻ്റെ അളവാണിത്. അതായത് ഒരേ അളവ് തന്നെ പല തവണയായിട്ട് നമ്മൾ അളക്കും, അപ്പോൾ ലഭിക്കുന്ന മൂല്യങ്ങൾ തമ്മിൽ എത്രത്തോളം അടുത്തു നിൽക്കുന്നു നോക്കും. അതിനെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ ഭാരം 10 ഗ്രാമാണ്. ഒരാൾ അളന്നപ്പോൾ 9.99 ഗ്രാം, 10.01 ഗ്രാം എന്നിങ്ങനെ ലഭിച്ചു. അപ്പോൾ അത് അക്യുറേറ്റ് ആണ്. അപ്പോൾ അതിനെയാണ് അക്യുറസി എന്ന് പറയുന്നത്. എന്നാൽ 3 തവണ അളന്നപ്പോൾ 9.21 ഗ്രാം, 9.22 ഗ്രാം, 9.20 ഗ്രാം എന്നിങ്ങനെയാണ് ലഭിച്ചതെങ്കിൽ അത് യഥാർത്ഥ മൂല്യത്തോട് അടുത്തല്ലെങ്കിലും പരസ്പരം അടുത്തായതിനാൽ അതിനെ പ്രിസൈസ് ആണെന്ന് പറയുന്നു. അപ്പോൾ പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അളവുകൾ, അതായത് 9.21, 9.22, 9.20 ഈ അളവുകൾ പരസ്പരം എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്നതിനെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണെന്ന്. ഇനി അടുത്തത് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ്. അളവുകളിൽ ഉണ്ടാകുന്ന പിഴവുകളെ പ്രധാനമായും 2ആയി തിരിക്കാം. അതിൽ ആദ്യത്തേതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഒരേ ദിശയിലേക്ക് മാത്രം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സംഭവിക്കുന്ന പിഴവുകളാണ് സിസ്റ്റമാറ്റിക് എററുകൾ എന്ന് പറയുന്നത്. അതായത് ഉപകരണങ്ങളുടെ തകരാറ്, തെറ്റായ പരീക്ഷണ രീതികൾ എന്നിവ ഇതിന് കാരണമാകുന്നു. ഇവയുടെ കാരണം കൃത്യമായി കണ്ടുപിടിച്ച് പരിഹരിക്കാൻ സാധിക്കും. ഇനി അടുത്ത് വരുന്നതാണ് റാൻഡം എറർ. വായുപ്രവാഹം, താപനിലയിലെ വ്യതിയാനം, വോൾട്ടേജ് വ്യത്യാസം എന്നിവ കാരണം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പിഴവുകൾ, അതിനെയാണ് റാൻഡം എറർ എന്ന് പറയുന്നത്. പരീക്ഷണങ്ങൾ ആവർത്തിച്ച് ചെയ്ത് അവയുടെ ശരാശരി കാണുന്നതിലൂടെ റാൻഡം എററുകൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് എറേഴ്സ് പറയുന്നത്? സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. ഒന്നുകൂടി വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താണെന്ന്. ഇനി നമുക്ക് സിഗ്നിഫിക്കൻ്റ് ഫിഗറുകൾ എന്താണെന്ന് നോക്കാം. ഒരളവിലെ അർത്ഥവത്തായ അല്ലെങ്കിൽ വിശ്വസനീയമായ ആകെ അക്കങ്ങളുടെ എണ്ണത്തെയാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗറുകൾ എന്ന് വിളിക്കുന്നത്. അളവുകളുടെ കൃത്യത വ്യക്തമാക്കാൻ ഇവ സഹായിക്കുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 4 നിയമങ്ങളുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് 0 അല്ലാത്ത എല്ലാ അക്കങ്ങളും സിഗ്നിഫിക്കൻ്റ് ആണ്. ഉദാഹരണം 285, 285 സെൻറ്റിമീറ്റർ, അതിൽ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗറുകളുണ്ട്, 2ഉം 8ഉം 5ഉം. അത് സിഗ്നിഫിക്കൻ്റ് ഫിഗറായിട്ട് കണക്കാക്കുന്നു. ഇനി രണ്ടാമത്തേത് 0 അല്ലാത്ത 2 അക്കങ്ങൾക്കിടയിൽ വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് 2.005, ഇതിൽ 2ൻ്റെ 5ൻ്റെ ഇടയിൽ വരുന്ന പൂജ്യങ്ങളെ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഫിഗറുകളായിട്ട് കണക്കാക്കുന്നു. ടോട്ടൽ 4 സിഗ്നിഫിക്കൻ്റ് ഫിഗറുകളുണ്ട്. ഇനി മൂന്നാമത്തെ റൂള്, ആദ്യത്തെ അക്കത്തിന് ഇടതുവശത്തുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് അല്ല. 0.03, അതായത് 3ന് മുന്നേ ഉള്ള 2 പൂജ്യങ്ങൾ, അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റ് ഫിഗറായി കണക്കാക്കില്ല. ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗറേ അതിൽ വരുന്നുള്ളൂ. ഇനി നാലാമത്തത് പറയുന്നത് ഒരു ദശാംശ സംഖ്യയുടെ അവസാനത്തിൽ വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആണ്. 0.200, ഇതിൽ 2ന് ശേഷം വരുന്ന 2 പൂജ്യങ്ങളെയും സിഗ്നിഫിക്കൻ്റ് ഫിഗറായിട്ട് കണക്കാക്കും. അപ്പോൾ 2, 2, 0, അപ്പം ടോട്ടൽ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗറുകളാണ് ഉള്ളത്. സിഗ്നിഫിക്കൻ്റ് ഫിഗറുകൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം PSCയിൽ ചോദിച്ചിട്ടുണ്ട്. അധികം ടെക്നിക്കൽ എക്സാമുകളിലാണ് ഇത് ഉണ്ടാവാറ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ.
ഈ റൂൾസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ റൂൾസ് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഇനി അടുത്ത വരുന്നതാണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലെ എററുകൾ. പരീക്ഷണങ്ങളിൽ പല അളവുകൾ കൂട്ടുകയോ ഗുണിക്കുകയോ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ എററുകൾ താഴെ പറയുന്ന രീതിയിൽ മാറുന്നു. സങ്കലനവും വ്യവകലനവും. രണ്ട് അളവുകൾ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ അവസാന ഫലത്തിൻ്റെ ആബ്സല്യൂട്ട് എറർ z ഈക്വൽ ടു a പ്ലസ് ഓർ മൈനസ് b ഈക്വൽ ടു ഡെൽറ്റ z ഈക്വൽ ടു ഡെൽറ്റ a പ്ലസ് ഡെൽറ്റ b എന്നത് വ്യക്തിഗത എററുകളുടെ തുകയായിരിക്കും. ഗുണനവും ഹരണവും. രണ്ട് അളവുകൾ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ അവസാന ഫലത്തിലെ റിലേറ്റീവ് എറർ എന്നത് വ്യക്തിഗത അളവുകളുടെ റിലേറ്റീവ് എററുകളുടെ തുകയായിരിക്കും. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ രണ്ട് എററുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന എറർ, അതായത് z ഈക്വൽ ടു a പ്ലസ് ഓർ മൈനസ് b, അത് വ്യക്തിഗത എററുകൾക്ക് തുല്യമായിരിക്കും. അതായത് എയിലും ബിയിലും വ്യക്തിഗതമായിട്ടുണ്ടാകുന്ന എററുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതാണ് രണ്ടാമത്തേതിൽ കാണിച്ചിരിക്കുന്നത്, ഡെൽറ്റ z ഈക്വൽ ടു ഡെൽറ്റ a പ്ലസ് ഡെൽറ്റ b. അതുപോലെയാണ് ഗുണനവും ഹരണവും സംഭവിക്കുമ്പോൾ, അതായത് രണ്ടളവുകൾ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ അവസാന ഫലത്തിലെ റിലേറ്റീവ് എറർ എന്നത് വ്യക്തിഗത അളവുകളുടെ റിലേറ്റീവ് എററുകളുടെ തുകയായിരിക്കും. ഇനി അടുത്തതാണ് റൗണ്ടിങ് ഓഫ്. കണക്ക് കൂട്ടലുകൾക്ക് ശേഷം അനാവശ്യമായ അക്കങ്ങൾ ഒഴിവാക്കി നിശ്ചിത സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളിലേക്ക് സംഖ്യകളെ മാറ്റുന്ന രീതി. ഇനി അതെങ്ങനെ നോക്കാം. ഒഴിവാക്കേണ്ട അക്കം 5-ൽ കൂടുതലാണെങ്കിൽ തൊട്ട് മുൻപിലെ അക്കത്തോട് 1 കൂട്ടണം. അതിന് ഉദാഹരണം 1.386. ഇവിടെ 6 5-ൻ്റെ മുകളിലല്ലേ, അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 8-നോട് 1 കൂട്ടുക. അപ്പോൾ അത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 1.39 എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് ഒഴിവാക്കേണ്ട അക്കം 5-ൽ കുറവാണെങ്കിൽ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അതായത് 4.334 ആണെങ്കിൽ അത് 4 എന്ന് പറയുന്നത് 5-ൽ കുറവാണ്, അപ്പോൾ അത് 4.33 എന്ന് എഴുതിയാൽ മതി റൗണ്ട് ഓഫ് ചെയ്തിട്ട്. ഇനി ഒഴിവാക്കേണ്ട അക്കം കറക്റ്റ് 5 ആണെങ്കിൽ തൊട്ട് മുൻപിലെ അക്കം ഒറ്റസംഖ്യ ആണെങ്കിൽ 1 കൂട്ടണം, ഇരട്ടസംഖ്യ ആണെങ്കിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ 6.35, ഇവിടെ കറക്റ്റ് 5 അല്ല വരുന്നത് ലാസ്റ്റുള്ള, അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത് ഒറ്റസംഖ്യ 3 ആയതുകൊണ്ട് 1 കൂട്ടണം. അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 6.4. അപ്പോൾ 6.25 5-ൻ്റെ തൊട്ട് മുമ്പ് 2 ഇരട്ടസംഖ്യയാണ്, അതിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. 6.2 എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. എല്ലാവരും ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ നോട്ടുകൾ കൂടി ഒന്ന് വായിച്ചിട്ട് പോകണം. അതിലുള്ള പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് അക്യുറസി പ്രിസിഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് തിയറി രൂപത്തിലാണെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലമായിട്ട് വരികയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഈ ഭാഗത്ത് കൂടുതൽ സമയം കളയാത്ത രീതിയിൽ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്ക് നോക്കാം. എല്ലാവർക്കും താങ്ക് യു.